അതോട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ക്രാഡിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് അതേ തൊട്ടിൽ കിടത്താൻ പോവുകയാണ്. സാധാരണ എല്ലാവരും നൂലിട്ട കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തുക. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്ത് നമ്മൾ കിടത്താൻ പോകുന്ന തൊട്ടിലെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജായ സ്ലീപ്പി ബെഡ് എന്ന് പറയുന്ന പേജിൽ നിന്ന് അയച്ചതാണ്. മോൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഇവനെ നമ്മൾ ആദ്യമായിട്ട് കിടത്താൻ പോകുന്നത് വേറൊരു ഇച്ചിരി വലിയൊരു ക്രാഡിലായിട്ട് മാത്രം അയച്ചു തന്നൊരു പേജ് ഉണ്ടായിരുന്നു. അവരുടെ നിന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വിഷ്ണുവിൻ്റെ വീട്ടിലിരിക്കുകയാണ്. എല്ലാ ക്രാഡിലും എല്ലാ ഐറ്റംസും വിഷ്ണുവിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു തൊട്ടിലാണ് എൻ്റെ മോൻ ആദ്യമായിട്ട് കിടക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഒരു ബ്ലൂവും വൈറ്റും. ആൺകുട്ടികൾക്ക് എപ്പോഴും ബ്ലൂവും പെൺകുട്ടികൾക്ക് എപ്പോഴും പിങ്ക് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ബ്ലൂവിൽ തന്നെ അവൻ ആദ്യമായിട്ട് കിടക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇതുപോലെ ഒരു ഹാങ്ങറും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പേജിൽ വാൾ ഹാങ്ങറും അതുപോലെ തന്നെ വിൻഡോ ഹാങ്ങറും ഉണ്ടായിരുന്നു. ഇതാണ് വിൻഡോ ഹാങ്ങർ. നമുക്ക് വിൻഡോയിൽ വെക്കാനുള്ള സൗകര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് വിഷ്ണു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസിയാണ്, നമുക്ക് ഇതിങ്ങനെ പ്ലേസ് ചെയ്യാനൊക്കെ ഈസിയാണ്. വേറെ വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അതിനൊന്നും എടുത്തങ്ങ് തൂക്കിയാൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 സ്റ്റാറും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. മൊത്തത്തെ ഒരു കളർ കോമ്പിനേഷന് നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മാത്രം മതി. പിന്നെ ഒരു മോസ്കിറ്റോ നെറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ബോ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ പേജിലെല്ലാം കസ്റ്റമൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് വേറൊരു കളർ കോമ്പിനേഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ആ ഒരു കളർ കോമ്പിനേഷൻ അവർ ചെയ്തു തരും. പിന്നെ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ഹാളിലോട്ട് കൊണ്ടുവന്ന് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. കാരണം അകത്ത് കയറി വലിയ സൗകര്യ കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ആദ്യമായിട്ട് മോൻ അതിൽ കിടത്തിയിട്ടുണ്ട്. പിന്നെ മോൻ്റെ റോംബറിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സഹേലി ക്ലോത്തിങ്ങിൽ നിന്ന് സെയിൽ ചെയ്യുന്ന റോംബറാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ ആ ഒരു മേജ് കണ്ടില്ല, അവൻ അതിലോട്ട് കിടത്തിയതേ ഉള്ളൂ. അവൻ ചെറുതായിട്ടൊന്നിങ്ങനെ കണ്ണടച്ചൊന്നിങ്ങനെ മയങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ജസ്റ്റ് ഒരു 2-3 ആട്ടം ആട്ടിയപ്പോൾ തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് കമൻറ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ Q&Aയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യം വർക്കും അതുപോലെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ലോങ് വീഡിയോ പോലും ഇടാൻ പറ്റാത്തത്. എന്തായാലും നമ്മൾ ഉടനെ തന്നെ ലോങ് വീഡിയോ അതുപോലെ തന്നെ Q&A ഒക്കെ ചെയ്യുന്നുണ്ട്.